താജ് ആലുവ ചേരുന്നുണ്ട്, വിദേശകാര്യ വിദഗ്ധനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ താജ് ആലുവ. പിന്നോട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപ് പിന്മാറാനുള്ള സാധ്യത നിർദ്ദേശങ്ങൾ നൽകിയത് കണക്കാക്കുമ്പോൾ യുദ്ധത്തിലേക്ക് എന്ന ഭീതിയാണോ ആശങ്കയാണോ പടരുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ ഒരർത്ഥത്തിൽ വലിയ ആശങ്കയിലും അതുപോലെ തന്നെ ഭീതിയിലുമാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായ പ്രസ്താവനകൾ ഇറാനെ പൂർണ്ണമായിട്ടും അടിക്കും, ഇറാനെതിരെ ഇറാൻ ഭരണകൂടത്തെ മാറ്റും, ഒരു റെജിം ചേഞ്ച് എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പല രൂപത്തിലായി നടക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇറാന്റെ പ്രതികരണം, ഞങ്ങൾ അമേരിക്കയുടെ എല്ലാ മിലിറ്ററി ബേസുകളും ആക്രമിക്കും, അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിക്കും, ഇറാനെ ആക്രമിക്കാൻ ഏതെങ്കിലും രാജ്യത്തെ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉപയോഗപ്പെടുത്തുന്ന ബേസുകളൊക്കെ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഇറാന്റെ പ്രസ്താവനകളും വാസ്തവത്തിൽ ഈ പറഞ്ഞ ഭീതിക്ക് ഒരു കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ ട്രംപിന്റെ കാര്യത്തിൽ നമുക്ക് പ്രവചിക്കുക സാധ്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ് ഇറാനെ ആക്രമിച്ച് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക, പുതിയൊരു ഇസ്രായേലിന് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇറാനിൽ സംജാതമാക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പ്രത്യേകിച്ചും അത് ഇസ്രായേലിന് ഗുണം ചെയ്യുക സിറിയയിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ മറ്റും എതിർപ്പുകൾ വരുന്നത് തടയാനും ഹൂത്തികളുടെ സ്വാധീനത്തെ കുറക്കാനും, അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് ബഹുമുഖ ലക്ഷ്യങ്ങളാണ് ഇറാനിലെ ഭരണകൂട മാറ്റം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ മാസങ്ങളായി നെതന്യാഹു ട്രംപിനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇറാന് ഒരു രണ്ടാമതൊരു ആക്രമണം കൂടി ഈ വർഷം നടത്തണം എന്നുള്ളതാണ്. 2026 മുമ്പ് തന്നെ അങ്ങനെ ഒരു വാർത്തയും അങ്ങനത്തെ ഒരു ശക്തമായ അഭ്യൂഹവും നിലനിന്നിരുന്നു. 2026 തുടക്കത്തിൽ തന്നെ US ഇറാൻ ആക്രമിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള നിഗൂഢ ലക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോ ഇതിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE, തുർക്കി, അതായത് അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ടാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ടെഹ്റാൻ അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എത്രത്തോളം സജ്ജരാകണം അറബ് കൺട്രീസ് എന്നാണ് കരുതുന്നത്, എത്രത്തോളം സജ്ജരാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം തന്നെ അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിനെ, അതായത് ഇറാനിലുള്ളവർക്കും മറ്റുമൊക്കെയായി നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്? മേഖലയിലെ രാജ്യങ്ങൾ ആ അർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ഏതെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ട് വല്ല വാർത്തകളും അങ്ങനെ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ പ്രധാനമായിട്ടും ഇപ്പോ ഈ രാഷ്ട്രങ്ങൾ, ഇപ്പൊ ഖത്തറാകട്ടെ ഒമാൻ ആകട്ടെ ഒക്കെ മുൻഗണന കൊടുക്കുന്നത് അമേരിക്കയെ ഈ വിഷയങ്ങളിൽ ഒരു അമേരിക്കൻ നിലപാട് മയപ്പെടുത്തുക, ഒരു ആക്രമണം ഒഴിവാക്കുക, പരസ്പരമുള്ള ഒരു സംഘർഷം ഒഴിവാക്കുക എന്ന ഒരു വിഷയത്തിലാണ് വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ആക്രമണം ഉണ്ടായാൽ എല്ലാവർക്കും നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ. അപ്പോ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് മറ്റു രാജ്യങ്ങളെയും അതുപോലെ തന്നെ മൊത്തം മേഖലയെയും ഒക്കെ ബാധിക്കും. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഷിപ്പുകളെ ആക്രമിക്കും എന്ന് പറയുന്നത് കപ്പൽ ഗതാഗതത്തെ കാര്യമായി ബാധിക്കും. ഈ രാജ്യങ്ങളുടെയൊക്കെ വരുമാന മാർഗമായിട്ടുള്ള എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ കയറ്റുമതി അതിനെയൊക്കെ ഗുരുതരമായി ബാധിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംജാതമാവുക. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷം ഒഴിവാക്കുക എന്നതാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ നിലപാട്. പക്ഷെ അതേസമയം ഇറാനെ സംബന്ധിച്ച് അവർ ആശങ്കിക്കുന്ന അത്രത്തോളം, അതായത് ഏതെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങളോ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയകളോ അങ്ങനെയൊന്നും ആക്രമിക്കപ്പെടും എന്നാർക്കും ആ അർത്ഥത്തിൽ ആശങ്കയില്ല. കാരണം അമേരിക്കൻ ടാർഗറ്റുകളാണ് ആക്രമിക്കുക എന്നതാണ്, അമേരിക്കൻ ബേസുകളാണ് ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ്. അതിന് ഞങ്ങൾ സജ്ജമാണ്, ഏതർത്ഥത്തിലും അത്തരത്തിലുള്ള, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഞങ്ങൾ ആക്രമണം നടത്തുമെന്നൊക്കെ വളരെ സുപ്രധാനമായ ഇറാനി ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉന്നത നേതാക്കളുടെ ഒക്കെ പ്രസ്താവനകൾ ആ നിലക്കാണ് വരുന്നത്. സ്വാഭാവികമായും ഈ ഒരു സംഘർഷം സമാധാനപരമായി പരിഹരിക്കുക,
ഇറാനുമായി സംഭാഷണം നടത്തുക, അതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ ഇതിന് പ്രേരിപ്പിക്കുക, ഈ സംഘർഷത്തെ ലഘൂകരിക്കാനും അതിനെ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ടിലൂടെ ഇതിനെ പരിഹരിക്കാനും സമാധാന പ്രക്രിയയിലേക്ക് പോകാനുമുള്ള ഒരു ശ്രമത്തിന് തന്നെയാണ് ഈ മേഖലയിലെ രാജ്യങ്ങൾ ഊന്നൽ നൽകുന്നത്.